മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് യാഷു സംഘവും ആചാര്യന് പുറപ്പെട്ടത്. യാഷു, ഹർഷും ഇന്ദറും മാത്രം. ഒരു കാറിലായി ആദ്യം തന്നെ പുറപ്പെട്ടു. വിശ്വപ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിന്റെ കേന്ദ്രഭാഗമായ ഹാളിൽ വെച്ചാണ് താലികെട്ടും ചടങ്ങുകൾ. മയ്യയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ക്ഷേത്ര നടയിൽ വെച്ചുള്ള താലികെട്ട് ഏതായാലും വേണ്ടെന്നവർ തീരുമാനിച്ചിരുന്നു. ക്ഷേത്രത്തിൽ കയറി തൊഴുത് പ്രസാദവും ചന്ദനവും വാങ്ങിയതിനു ശേഷം ഇറങ്ങുമ്പോഴായിരുന്നു നക്ഷത്ര കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവൻ കണ്ടത്. അവളെ നോക്കി കൈവീശി. തിരികെ അവളും അൻഷു അതോടെ നക്ഷത്രയ്ക്ക് അരികിലേക്ക് ഓടി. വരനെയും കൂട്ടരെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. സദസ്സു അണങ്ങിക്കൊണ്ട് യാഷ് പീഠത്തിലേക്ക് ഇരുന്നു. കത്തുന്ന നിലവിളക്കിലേക്കും നിറപറയിലേക്കും അതിനരികിലേക്കും താലത്തിൽ പൂജിച്ചു വെച്ചിരിക്കുന്നു മംഗൾസൂത്രയിലേക്കും ഹാരങ്ങളിലേക്കും എല്ലാം അവൻ മാറി മാറി കണ്ടിറങ്ങി. ഇനി കേവലം ഏതാനും നിമിഷങ്ങൾ മാത്രം. അവൻ മിഴികൾ കൂട്ടി കാതിന് ചുറ്റി ഏതോ മനോഹര ഗാനം അലയിടിച്ചപ്പോഴാണ് യാഷ് പിന്നീട് കണ്ണു തുറക്കുന്നത്. അവന്റെ ഹൃദയം ആരെയും പ്രതീക്ഷിച്ചു. ദേ മൈ വരുന്നു. പുറകിൽ നിന്നും ആരൊക്കെയോ നിനക്കും പറയുന്നത് കേട്ടു. അത്യധികം കൗതുകത്തോടെ തന്നെയാണ് യാഷ് മുന്നിലേക്ക് നോക്കിയത്. പാട്ടിനൊപ്പം ചുവടുവെച്ച് മുന്നിലേക്ക് വരുന്ന ഒരു കൂട്ടം മനോഹാരികളായ പെൺകുട്ടികൾക്ക് മധ്യത്തിലായി വരുന്നുണ്ടായിരുന്നു മൈ. അവന്റെ കൃഷ്ണമണികൾ ദേവതയെ പോലെ അണിഞ്ഞൊരു കയ്യിൽ പഴങ്ങളും പൂക്കളും അടങ്ങിയ താലവുമായി വരുന്ന മയ്യുടെ ചിത്രം മാത്രം തെളിഞ്ഞിരുന്നു. പീച്ച് ഷെയ്ഡിലുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയായിരുന്നു മയ്യുടെ വിവാഹ വസ്ത്രം. സാരിക്ക് കല്ലുകൾ പതിപ്പിച്ച് ഡിസൈൻ ചെയ്ത സാരി ബ്ലൗസും അതിനനുയോജ്യമായ രീതിയിലുള്ള മിതമായ സ്വർണ്ണാഭരണങ്ങൾ, കടുപ്പ് ചെയ്ത കണ്ണുകളും ഡാർക്ക് ലിപ് ഷെയ്ഡും അവളുടെ സൗന്ദര്യത്തെ കൂടുതൽ ജ്വലിപ്പിച്ചു. 5 മാസത്തെ വയറുണ്ടെങ്കിലും സാരി ഉടുത്തതിനു പുറമെ വീതി കൂടിയ ഹിപ് ചെയിൻ അണിഞ്ഞതുകൊണ്ട് വയറുണ്ടെന്ന് പെട്ടെന്ന് കാണുന്നവർക്ക് അറിയുണ്ടായിരുന്നില്ല. സാരിയിലും ചമയങ്ങളിലും അവളൊരു ദേവതയെ പോലെയുണ്ട്. യാഷിന് മാത്രമല്ല അതിഥികൾക്കിടയിൽ സംസാരം ഉയർന്നു. സദസ്സിലെത്തും വരെയും മയുടെ കണ്ണുകളും അവനിൽ തന്നെയായിരുന്നു. അരികിലേക്ക് അടുക്കുന്നവർ അവന്റെ മുഖം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു കാണുന്നു. എന്നാൽ അവളെ നിരാശപ്പെടുത്തി പെട്ടെന്നായിരുന്നു പുഞ്ചിരിക്കു പോലും ചെയ്യാതെ അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ചത്. മയുടെ മുഖം പൊടുന്നനെ മങ്ങിയെങ്കിൽ അവൾ വീണ്ടും പുഞ്ചിരിച്ച് തന്നെ നിന്നു. ഈ മുഖം തിരിക്കൽ അവനെന്ന് അവൾക്ക് പുതുമയല്ല. വിവാഹം നിശ്ചയിച്ചപ്പോഴും അതിനുശേഷം ഉണ്ടായ ഓരോ ചടങ്ങുകൾക്കും ഒരുപോലെ പങ്കുചേർന്നെങ്കിലും ഇതുവരെ അവനിൽ നിന്ന് പഴയ തരത്തിലുള്ളൊരു നോട്ടമോ ചിരിയോ സംഭാഷണം അവൾക്ക് ലഭിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടും അവൻ കാണിക്കുന്ന ഈ അവഗണനയുടെ പാത പിന്തുടരണമെന്നാണോ? പ്രതാപന്റെ പത്മയുടെയും കൈ പിടിച്ച് മൈ മണ്ഡപത്തിലേക്ക് കയറി. ഇരു കൈകളും കൂപ്പി സദസ്സിനെ വണങ്ങുമ്പോൾ ഉണ്ടായ വളകളുടെ കിളിക്കും അവന്റെ കാത്തിൽ ഒരു മന്ത്രണം പോലെ വീണു. അവളെ യാഷിന്റെ ഇടതുവശത്ത് ഇരിപ്പുറപ്പിച്ചു. അതറിഞ്ഞിട്ടും അവൻ അവളെ മനഃപൂർവ്വം നോക്കിയില്ല. ചമ്പ്രം പറഞ്ഞിരിക്കുന്നു അവന്റെ കാൽപാദത്തിനടിയിൽ മയുടെ കാലിന്റെ തള്ളവിരൽ അമർന്നു. യാഷി മുഷ്ടി ചുരുട്ടി സ്വയം നിയന്ത്രിച്ചു. ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും പിന്നിൽ നിന്നിരുന്ന ഹർഷ അവർ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കും എന്നൊരു ധ്വനിയോടെ അവൻ നീട്ടി ശ്വാസം വിട്ടു. അവന്റെ വയറിലൂടെ ഒരു കൈ ഇഴഞ്ഞു വന്നു. ഇക്കിളി കൊണ്ടതുപോലെ ഞെട്ടിച്ചുകൊണ്ട് അവൻ പിന്നിലേക്ക് ദേഹം വെട്ടിച്ചു നോക്കി. സമർത്ഥ് ഇന്നോളം ഇല്ലാത്തൊരു കൊഞ്ചലോടെ മൈത്രി അവന്റെ മുഖത്തേക്ക് നോക്കി. കല്യാണം പ്രമാണിച്ച് മൈത്രിയും പിന്നെയും കുറച്ച് ദിവസം സാരംഗിയിലായിരുന്നു. ഹർഷ് അവൾ അടിമുടി നോക്കി. ഉടനീളം എംബ്രോയിഡറി വർക്കുകളും കല്ലുകളും പതിപ്പിച്ച് സിന്ദൂര നിറത്തിലുള്ള ബനാറസ് സാരിയായിരുന്നു മൈത്രി ധരിച്ചിരുന്നത്. അതിനിണങ്ങും ബാക്ക് ഓപ്പൺ ബ്ലൗസ്, ആക്സസറീസും മുടിയെല്ലാം തൂത്തുകെട്ടി ബൺ പോലെ ചെയ്ത് കോപ്പറും വെള്ളിയും ചേർത്ത് അലോറയും വെച്ചിട്ടുണ്ട്. പിന്നെ കയ്യിൽ സാരിക്ക് മാച്ചായ ഒരു ഹാൻഡ് ബാഗും. ആ നിറവും വേഷവും മൈത്രിക്ക് കൂടുതൽ ഇണങ്ങുന്നതായി ഹർഷിന് തോന്നി. അമ്മയുടെ അതേ മോഡലുള്ള സ്കേർട്ടും ടോപ്പും പീലിയുടെയും വേഷം, കെട്ടിവെക്കാത്ത കുഞ്ഞു മുടിയിലെയും കോർത്തി വെച്ചിരുന്ന മുല്ലപ്പൂവും ഇടുപ്പോട് ചേർന്ന് ഹിപ് ചെയിനും പീലിപ്പെടിന്റെ മാറ്റ കൂട്ടി. എങ്ങനെയുണ്ട് ഞാൻ ഒരുങ്ങിയത്? കൊള്ളാവോ? പീലി ഹർഷന്റെ കയ്യിലേക്ക് കൈമാറിക്കൊണ്ട് ദേഹം ഇരുവശത്തേക്കും വെട്ടിച്ച് മൈത്രി അവന്റെ ശ്രദ്ധ ആകർഷിച്ചു. കാണാൻ തരക്കേടില്ല, പക്ഷെ കല്യാണ പെണ്ണിന്റെ തട്ട് അതാന്നു തന്നെ ഇരിക്കും. താഴെയിരിക്കുന്ന മയ്യെ കണ്ണ് കാണിച്ചുകൊണ്ട് ഹർഷ് പറഞ്ഞു. എന്ന് താൻ പറഞ്ഞത് കേട്ട് കുശുപ്പ് കൊണ്ട് മുഖം വീർപ്പിക്കുമെന്ന് കരുതി അവനെ അത്ഭുതപ്പെടുത്തി മൈത്രി
കൈകൊട്ടി പുഞ്ചിരിയോട് തന്നെ നിന്നു. സാരമില്ല, അവളുടെ അനിയത്തിയല്ലേ, എന്നെക്കാളും സുന്ദരിയാണെന്ന് കേൾക്കുന്നതിലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പറയുന്നതിനിടയിൽ അവന്റെ കണ്ണിലേക്കൊന്ന് കെറുകോട് നോക്കുകയും ചെയ്തവള്. ഹർഷൻ പൊന്തി വന്നൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ പറയാൻ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, ഈ മനസ്സിന്റെ ഭംഗിയോളം വരില്ല മറ്റൊന്നും. ഹർഷൻ മൈത്രിയുടെ കാതിലായി മുഴിഞ്ഞു. മൈത്രി ചുറ്റും ഒന്ന് നോക്കി ചമ്മലോടെ അവന്റെ കരങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിന്നു. മുഹൂർത്തമായ തിരുമേനി പറഞ്ഞു. മൈ കണ്ണുകൾ ഇറുക്കിപ്പൊട്ടി. താലത്തിൽ പൂജിച്ചു വെച്ചിരുന്ന താലി തിരുമേനി പ്രതാപന്റെ കയ്യിലേക്ക് എടുത്തു നൽകുന്നത് അവള് കണ്ടു. അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. സമയമായപ്പോ യാഷിന്റെ കയ്യിലേക്ക് പ്രതാപ് താലി കൈമാറി. കയ്യിലിരുന്ന താലിയിലേക്ക് യാഷെ ഒരു നിമിഷം നോക്കി. പിന്നെ മയ്യെയും പിന്നെ പതിയെ അവളിലേക്ക് തിരിഞ്ഞു. ചുട്ടിക്കൊപ്പം യാഷ് എന്നും ഹിമയൊന്നും എഴുതിയ കുഞ്ഞു നാണയ വലിപ്പമുള്ള ഡിസൈനിൽ പണിയെടുപ്പിച്ച താലിമാലയാണ്. മയ്യ അതിലേക്ക് അതിശയത്തോടെ നോക്കി. യാഷെ മയ്യയുടെ കഴുത്തിലേക്ക് താലി എണീച്ചപ്പോ അവളുടെ കണ്ണുകൾ യാന്ത്രികമായി അടഞ്ഞുപോയി. അവന്റെ കൈകൾ കഴുത്തിലേക്ക് വലയപ്പെട്ടപ്പോ തല താഴ്ത്തി കൈകൾ കൂപ്പിടിച്ച് അവൾ ആ താലിയെ ഏറ്റുവാങ്ങി. ഹൻഷു മയ്യയുടെ പിന്നി വന്ന് അവളുടെ മുടി ഉയർത്തി കൊടുത്തു. ചുറ്റും കൂടി നിന്ന് അവരുടെ പ്രിയപ്പെട്ടവരെ പുഷ്പവൃഷ്ടി നടത്തി അവരെ ആശീർവദിച്ചു. ദമ്പതികളെ ചുംബിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്ന ഓരോ പൂക്കളും ആ നിമിഷത്തെ കൂടുതൽ മനോഹരിയാക്കി. അന്നേരം തന്റെ നിറ കണ്ണുകൾ ഉയർത്തി മൈ യാഷിനെ നോക്കി. താലിച്ചരട് മുറുക്കി കെട്ടുന്നതിൽ ശ്രദ്ധിക്കുകയായിരുന്നു യാഷ്. അവളുടെ നോട്ടം അറിഞ്ഞെങ്കിലും അവനത് ഗൗനിച്ചില്ല. ഏട്ടാ, അവന്റെ മുറുകിയുള്ള ഇരുത്തം കണ്ട് ഹൻഷു പതുക്കെ അവന്റെ ചെവിക്ക് അരികിലേക്ക് വന്നു. അവന്റെ അവളെ നോക്കി പൊരുതി ഉയർത്തി. ഇത്രയും മസിൽ പിടിക്കണ്ട, അവളെ ഒന്ന് നോക്കി ചിരിച്ചേക്ക്, ഇല്ലെങ്കിൽ പിന്നെ ഫോട്ടോ വരുമ്പോഴേ ഏട്ടൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഈ ചാൻസിന് കിട്ടില്ല, അതൊന്ന് ഓർത്തേക്ക്. മറ്റാരും കേൾക്കാതെ രഹസ്യമായി അവൾ പറഞ്ഞു കൊടുത്തു. അവരുടെ മുഖം നയന്നു. ചുണ്ടിൽ മിന്നിയ പുഞ്ചിരിയോടെ അവൻ മൈയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ മൈ ആശ്ചര്യത്തോടെ അവനെ നോക്കി. നിരയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നക്ഷത്ര നിരാശയോടെ യാഷിനെ നോക്കി. എവിടേക്കോ എപ്പോഴൊക്കെയോ അവൾ അവനെ സ്നേഹിച്ചിരുന്നു. പക്ഷെ മൈക്ക് വേണ്ടി മാത്രമായി ഇരിക്കുന്ന ആ ഹൃദയം സ്വന്തമാക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ മായ്ച്ച് നേരെ നോക്കിയ സമയം തന്നെയായിരുന്നു യാഷു അവളെ നോക്കിയത്. നക്ഷത്ര പെട്ടെന്ന് തന്നെ മുഖത്ത് പുഞ്ചിരി വരുത്തി. യാഷു അവളെ അങ്ങനെ തന്നെ നോക്കി. തിരുമേനി നീട്ടിയ ചെപ്പിൽ നിന്ന് തള്ളവിരലും നടുവിരലും കൊണ്ട് കുങ്കുമെടുത്ത് മയ്യയുടെ സീമന്തരേഖ രക്തവർണമാക്കി. ഏതോ തോന്നല് അവന്റെ വലത്ത് കരം അവളുടെ കവിളിൽ അമർന്നു. മൈ അവനെ ഇമജിമ്മാതെ നോക്കി തീരും മുന്നേ യാഷിന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. ഹൻഷു കണ്ണ് തള്ളിക്കൊണ്ട് അവനെ നോക്കി. അവന്റെ ആ നീക്കത്തിൽ മറ്റുള്ളവർ ആദ്യം പരസ്പരം ഇഴിച്ചു നിന്നെങ്കിലും പിന്നീട് അവിടെ ഒരു കൂട്ടിച്ചിരിയായി മാറുകയായിരുന്നു. താമര മുട്ടുകൾ കോർത്ത മാല പരസ്പരം അണിയിച്ചുകൊണ്ട് അവർ എഴുന്നേറ്റു. ആദ്യം മയുടെ ചെറുവിരലിൽ വിരൽ കോർത്തുകൊണ്ട് യാഷ് വലം വെച്ചു. കന്യാദാനത്തിൽ പ്രതാപ് മുന്നിലേക്ക് വന്നു. തിരുമേനി അദ്ദേഹത്തിന്റെ കയ്യിലെ വരന്റെയും വധുവിന്റെയും കൈ എടുത്തു വെച്ചു. അവരോട് വാഗ്ദാനം ചോദിക്കാനോ മറ്റൊന്നും പറയാനോ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ആചാര്യയിലെ ആൺമക്കളെ ഇതിനോടകം തന്നെ അയാൾ വിലയിരുത്തിയിട്ടുണ്ട്. മൈത്രിയുടെ സുഖത്തിനും സന്തോഷത്തിനുള്ള കാരണം അത് ഹർഷാണെന്ന് പോലെ മൈക്കും യാഷ് ഉണ്ടാവുന്ന അയാൾക്ക് തീർച്ചയാണ്. അദ്ദേഹം ഇരുവരെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഫോട്ടോ എടുക്കുന്ന സമയങ്ങളിൽ അല്പനേരം ഇരുന്നും നിന്നുമൊക്കെയുമായി പിടിച്ചു നിന്നു. ഒരുപാട് നേരം ഒറ്റടിക്ക് നിൽക്കാനും ഇരിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം വേഗത്തിലാക്കി അവരെ സദ്യ കഴിക്കാനെ കൂട്ടിക്കൊണ്ടുവന്നു. യാഷും മൈ ഒരുമിച്ച് തന്നെ ഇരുന്നു. മുന്നിലിരിക്കുന്ന തൂഷനിലേക്ക് അപ്പുറം ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നത് കണ്ട് മൈ ആദ്യം തന്നെ അതെടുത്ത് വായിലേക്ക് കമ്മിറ്റി. വെള്ളം കാണുമ്പോൾ അവൾക്കൊരു പരവേശമാണ്. ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ആ കുടിച്ചത് പോരെന്ന് അവൾക്ക് തോന്നി. കൂടുതൽ ചോദിക്കാനായി ആടെ നോക്കുമ്പോഴാണ് മുന്നിലേക്ക് മറ്റൊരു കപ്പ് വെള്ളം വരുന്നത്. മൈ തലചരിച്ചു നോക്കി. ഒന്നും അറിയാത്ത പോലെ യാഷ് രണ്ടു കൈയും കൂട്ടിപ്പിടിച്ച് താലിക്ക് കുത്തിയിരിപ്പുണ്ട്. അവന്റെ അവൾക്ക് നൽകിയത് മൈക്ക് സന്തോഷിക്കും. അതൊരു കാരണമായി. ഇരുവരുടെയും തൂഷണിലയിൽ ചോറ് വിളമ്പി. അതിന് പിന്നാലെ കറികൾ കുത്തി. യാഷിന്റെ ഇലയിൽ എല്ലാ വിഭവങ്ങളും നിറഞ്ഞു. മയുടേത് വിളമ്പാൻ ഒരുങ്ങുന്ന നേരം അവൻ വിളമ്പുകാരെ തടഞ്ഞു. ഇവൾക്ക് എന്താ വേണമെന്ന് ചോദിച്ചിട്ട് അവൾക്ക് ആവശ്യമുള്ളത് മാത്രം വിളമ്പിയാൽ മതി, ചിലതൊന്നും പറ്റില്ല. മയ്യെ കാണിച്ചവർ പറഞ്ഞു. അവർ തലയാട്ടി കാണിച്ചു. പ്രഗ്നന്റ് ആയതുകൊണ്ട് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മൈക്ക് അലർജിയാണ്. അവളുടെ ഇഷ്ടങ്ങളും താല്പര്യവും
കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ് അവളോട് തന്നെ ചോദിക്കാൻ അവൻ നിർദ്ദേശിച്ചത്. അവന്റെ വാക്കുകളിലും പെരുമാറ്റത്തിലും മനസ്സ് നിറയുന്നത് പോലെ മയുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. ഉള്ളിൽ എത്രമാത്രം വെറുപ്പുണ്ടെങ്കിലും തന്നോട് അവൾ ഇപ്പോഴും സ്നേഹമുണ്ട്. എവിടേക്ക് ആ പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഒളിപ്പിച്ചു വെച്ചിരിക്കുക. വാശിയാണ്. മൈ അവനെ നോക്കി ആവശ്യമുള്ളത് മാത്രം ചോദിച്ചു മേടിച്ച് അവനൊപ്പം തന്നെ കഴിച്ചു തുടങ്ങി. അത്രമേൽ കൊതിയോടെ അവളെ കഴിക്കുന്നത് കാണുമ്പോൾ യാഷിന്റെ നോട്ടം പോയത് അവളുടെ വയറിലേക്ക് തന്നെയായിരുന്നു. വസ്ത്രത്തിന്റെ മറന്നേക്ക് അവിടെ ഒന്ന് കാണാൻ തന്റെ കുഞ്ഞു ജീവനെ സ്പർശിച്ചറിയാൻ ആ നിമിഷത്തിൽ അവനെ ആഗ്രഹിച്ചു പോരുന്നു. ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും ഒരു കുറവോ മറ്റോ വരുത്താതെ തന്നെ വരനെയും വധുവിനെയും ആചാര്യയിലേക്ക് സ്വീകരിച്ചത്. തുടർന്നുള്ള പ്രാർത്ഥനയും മധുരം കുറപ്പും ചടങ്ങും ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണം കാരണം മൈ ആകെ കുഴഞ്ഞു പോയിരുന്നു. യാഷ് അവർക്ക് പരിചയമുള്ള ആളുകൾക്കിടയിലേക്ക് മറഞ്ഞതും മൈ സോഫയിലേക്ക് ഇരുന്നു. തളർന്നോടാ? അടുത്തേക്ക് വന്ന സരു സോഫയിൽ ചാരിയിരിക്കുന്നു. മൈയുടെ വാടിയ മുഖത്തേക്ക് തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്കൊന്ന് കിടക്കണം ആന്റി, അതിനു മുന്നേ ഒന്ന് ഫ്രഷ് ആവുകയും വേണം. തളർന്ന സ്വരത്തോടെയാ മൈ പറഞ്ഞത്. അതിനെന്താ, റിസപ്ഷൻ ഒഴിവാക്കിയ നന്നായി, ഇല്ലെങ്കിൽ ഇതിലും ആവശ്യമായി പോകുമായിരുന്നു. ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ടേ ഒന്ന് ഫ്രഷ് ആയിക്കോ, ഞാൻ ഹെൽപ്പിന് അനുഷ്യനെ വിളിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് സരു ചുറ്റും നോക്കാൻ തുടങ്ങി. ഹാളിൽ പീലി തോളിലിട്ട് കൊഞ്ചിച്ചിടക്കുന്ന ഹൻഷുവിനെ കണ്ടത് അവരടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. അത് കണ്ടിട്ട് അവളുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. നീ ഇവളെ റൂമിലേക്ക് കൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. സരു മയ്യെ നോക്കിക്കൊണ്ട് അവളോട് നിർദ്ദേശിച്ചു. ഞാനോ? ഹൻഷുവിന്റെ മുഖത്ത് അനിഷ്ടം പ്രകടമാകുന്നത് കണ്ട് മൈ തല കുനിച്ചു. എന്താ പറ്റില്ലേ? സരു ഗൗരവത്തോട് ചോദിച്ചു. കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് പറ്റില്ല മമ്മ, ഹൻഷു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിളഞ്ഞു. പറയുന്നത് അനുസരിക്കും ഹൻഷു. മൈത്രിയോട് പറയണമെങ്കിലേ എനിക്ക് നിന്റെ പെർമിഷൻ വേണ്ട. അവൾക്ക് അവിടെ വേറെ ജോലിയുണ്ട്. ഇപ്പൊ നീ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്ക്. കുഞ്ഞിനിങ്ങതാ. ഹൻഷുവിന്റെ കയ്യിൽ നിന്ന് പീലിയെ വാങ്ങിച്ചു പിടിച്ചു അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് സാരി പോയി. ഹൻഷു കൈവിരൽ ഞൊടിച്ചുകൊണ്ട് മയ്യെ നോക്കി. എഴുന്നേറ്റ് വാ, ഉച്ചത്തിൽ അവളോട് പറഞ്ഞുകൊണ്ട് ഹൻഷു ആദ്യമേ കുലുക്കി കുത്തി പോകുന്നത് കണ്ട് മൈ ചിരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ നടന്നു. യാഷിന്റെ റൂമിലേക്കാ ഹൻഷു അവളെ കൊണ്ടുപോയത്. റൂമില് ഹൻഷും മൈയും തനിച്ച്. അതിന്റെ ബുദ്ധിമുട്ട് ഇരുവർക്കും ഉണ്ടായിരുന്നു. പിണങ്ങിയതിനു ശേഷം ഇണങ്ങാൻ കഴിയാത്ത രണ്ടുപേരും മാത്രമായിട്ടൊരു തനിച്ചു മുറിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അവർക്കും ഉണ്ടായിരുന്നു. അതിലും മൈ കാണുമ്പോഴൊക്കെ ഹൻഷുവിനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹൻഷു ഗൗരവത്തിൽ തന്നെയാ. ഇനി ഇവിടെ വന്നിരിക്കാൻ നിന്നോട് പ്രത്യേകം പറയണം. ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിലെ ചെയർ ചൂണ്ടി ഹൻഷു പെട്ടെന്ന് ചോദിച്ചു. മൈ അവളുടെ സ്വരത്തിന് മുന്നിൽ ഞെട്ടി. പിന്നെ അവിടെ വന്നിരുന്നു. ഹൻഷു അവളുടെ തലയിൽ കുത്തിവെച്ചിരിക്കുന്ന പൂക്കളും ഹെയർ പെന്നുകളും ഒക്കെ ഊരുമാറ്റാൻ തുടങ്ങി. എനിക്ക് വേദനിക്കുന്നു. അവളുടെ പിടിയിലും വലിയിലും വേദനിച്ചു മൈ തലയിൽ കൈവച്ച് ഒച്ച വെച്ചു. ഓ, കുറച്ചങ്ങോട്ട് വേദനിക്കട്ടെ. ഹൻഷു പിറുപിറുത്തു. മൈ ചിരി അടക്കി കണ്ണാടിയിലൂടെ അവളെ നോക്കി. ആദ്യം ഈ ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് മാറ്റിത്ത ഹൻഷു, ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. കഴുത്തിൽ ഹെവി നെക്ലസിൽ പിടിച്ചു കാണിച്ച് മൈ പറഞ്ഞത് ഹൻഷുവിന് ദേഷ്യം വരാൻ തുടങ്ങി. നീ എന്നെ പഠിപ്പിക്കണ്ട, അല്ലെങ്കിൽ നീ എന്തിനാ എന്നോട് മിണ്ടാ വരുന്നത്? നീ എന്റെ ആരാ? എനിക്കിതിന് ഇഷ്ടമല്ല. എന്റെ ഏട്ടനെ കെട്ടിയപ്പോ വലിയ ആളായെന്നുള്ള ചിന്തയാണോ? നീ ജയിച്ചെന്ന് കരുതുവാണോ? പിന്നെ നിന്ന് മൈയുടെ മുന്നിലേക്ക് വന്ന് ഹൻഷു ചോദിച്ചു. മൈ അവളെ വീഴ്ച നോക്കി. എല്ലാവരും ഒറ്റയടിക്ക് വെറുപ്പിച്ചിട്ടേ ഇപ്പൊ ഇങ്ങനെ വന്ന് മുന്നിൽ നിൽക്കാൻ ചില്ലറ ചങ്കൂറ്റൊന്നും പോരാ. ഹൻഷു തറപ്പിച്ചു പറഞ്ഞു. മൈക്കെന്തോ അവളുടെ വാക്കുകൾ വല്ലാതെ കുത്തി നോവിക്കുന്നതായി തോന്നി. പറഞ്ഞു കഴിഞ്ഞു 1-2 നിമിഷം കഴിഞ്ഞു. കുരിഞ്ഞു നിന്ന് കണ്ണുനീർ പൊഴിക്കുന്ന മയ്യെ കണ്ടിട്ട് ഹൻഷുവിന്റെ ദേഷ്യമൊക്കെ എങ്ങോ പോയി. പറഞ്ഞതല്പം കൂടിപ്പോയോ എന്നവൾ സ്വയം ആലോചിച്ചു. എങ്കിലും വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെട്ടതുമില്ല. ഇനിയിപ്പൊ എന്തു പറഞ്ഞാലും വായടുപ്പിക്കാൻ കരഞ്ഞു കാണിച്ചാൽ മതിയല്ലോ. ഇത് തന്നെയാ ഞാൻ മമ്മിയോട് പറ്റില്ലെന്ന് പറഞ്ഞത്. ഞാനേ ഏട്ടത്തെ തന്നെ വിടാം. മയ്യെ ഒന്ന് ഇരുത്തു നോക്കി ഹൻഷു വേഗം മുറിന്ന് പുറത്തിറങ്ങി. മൈ ഡ്രസ്സിംഗ് ടേബിളിൽ തല വെച്ച് അങ്ങനെ തന്നെ കിടന്നു. രണ്ടാമതൊരാൾ വന്നു തറഞ്ഞു. മൈത്രിയാണെന്ന് കരുതി തല ഉയർത്തി നോക്കി മൈ യാഷിനെ കണ്ടത് വേഗം കണ്ണും മുഖവും തുടച്ചെഴുന്നേറ്റു. എന്നാ കയ്യിലെ മുമ്പിൽ ടേബിളിൽ വെച്ചതിന് ശേഷം യാഷ് അവളുടെ തൊട്ട് പിന്നെ വന്നു നിന്നു. പിന്നെ സാരിക്ക് പുറമേ ധരിച്ചിരുന്നു കട്ടിയേറിയ ഹിപ് ചെയിൻ അതിന്റെ ഹുക്ക് കഴിച്ച് വിടർത്തിയെടുത്തു. മൈ ആശ്വാസത്തോടെ കഴുത്തിന് പിന്നിലേക്ക് വളച്ച് നിശ്വസിച്ചു. അവന്റെ കൈവിരലുകൾ അവളുടെ സാരിയുടെ ഇടിപ്പിടിലൂടെ വയറിനകത്തേക്ക് ഇഴഞ്ഞെത്തി. കാതിന്റെ പിന്നിൽ മുടിയിഴകൾക്കുള്ളിൽ അവന്റെ നിശ്വാസം അവളിൽ കുളിര് പടർത്തി.
അവളുടെ വീർത്ത വയറിൽ അവന്റെ ചൂട് കരാമർന്നതും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരാൻ പോയതും പെട്ടെന്നായിരുന്നു പിന്നിലേക്ക് ഉലഞ്ഞു പോയത്. മൈ അവള് വീഴാൻ പോകുന്നത് കണ്ട് മൈത്രി പെട്ടെന്ന് തന്നെ അവളെ താങ്ങിപ്പിടിച്ചു. മൈ നെട്ടലോട് തിരിഞ്ഞു നോക്കി. തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്ന മൈത്രിയെ കണ്ട് മൈ തറഞ്ഞു നിന്നുപോയി. വീറെവിടെ? മൈ അവൾക്ക് ചുറ്റും നോക്കി ചോദിച്ചു. വീറോ? അവൻ താഴെയല്ലേ? മൈത്രി നെറ്റി ചൊലിച്ചുകൊണ്ട് പറഞ്ഞു. മൈക്ക് വിശ്വസിക്കാനായില്ല. എല്ലാം തോന്നലായിരുന്നു. അവള് കുനിഞ്ഞു നോക്കി. ഹിബച്ചേനെ ഊരി മാറ്റിയിട്ടുണ്ട്. ഇതാരാ മാറ്റിയത്? മൈത്രി നോക്കി. ഞാൻ. ഇതൊക്കെ അടിച്ചു മാറ്റി തരാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് വരാൻ നീയല്ലേ ഹൻഷനോട് പറഞ്ഞു വിട്ടത്? കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് ഈ ലോകത്തൊന്നും അല്ലേ പെണ്ണെ നീ. മൈത്രി മൈയുടെ തലേക്ക് ചിരിയോടൊന്ന് കൊട്ടി. മൈ അവളെ നോക്കി ചമ്മലോട് ചിരിച്ചു. ഹാപ്പിയല്ലട നീ ഇപ്പോ? മൈത്രി അവളുടെ കവിളി തരുടെ ആണേച്ചി. മൈ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. രാത്രി വൈകും തോറും അതിഥികളും അടുത്ത ബന്ധുക്കളും എല്ലാവരും ആചാര്യയിൽ നിന്ന് പിരിഞ്ഞു പോയിരുന്നു. തിരക്കുകൾ ഒഴിഞ്ഞ് ആചാര്യ ശാന്തമാവാൻ തുടങ്ങി. മുകളിലെ റൂമിൽ ഫ്രഷായി ഇറങ്ങിയ ഹർഷൻ ബെഡിൽ കിടക്കുന്ന മൈത്രിയെ പീലിയെ ഒന്ന് നോക്കി. പീലിയെ ബെഡിക്കിടത്തി ഉറക്കുക മൈത്രി കുഞ്ഞിനോട് ചേർന്ന് കിടന്നു. ചരിഞ്ഞ് ഒരു കയ്യിൽ തല താങ്ങി വെച്ച അവള് കിടക്കുന്നത് അവനൊരു ശരിയോ അത് നോക്കിക്കൊണ്ട് ടവല് സ്റ്റാൻഡിൽ വിരിച്ചിട്ടും രാവിലെ മുതലുള്ള തിരക്കുണ്ട്. ഒന്ന് കുളിച്ചതുകൊണ്ട് അവന് നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു. പതിവ് നൈറ്റ് റൊട്ടീന് കഴിഞ്ഞു മൊബൈൽ കൊടുത്ത് തിരിഞ്ഞു കിടക്കുമ്പോൾ മൈത്രി അതുപോലെ തന്നെ കിടക്കുന്നത് അവൻ പിന്നെ കണ്ടു. ഹർഷ അവളെ നെറ്റി തുടിച്ചു നോക്കി. അവള് ധരിച്ചിരിക്കുന്നു. സൈഡ് ഓപ്പൺ കൊടുത്തിയുടെ സീറ്റിലൂടെ തെളിഞ്ഞു കാണും വയറിന്റെ ഒരു കുഞ്ഞു ഭാഗമുണ്ട്. അവനൊരു കുസൃതി തോന്നി. മെല്ലെ നടന്നു വന്നു. അവിടെ വീരല് കൊണ്ട് അമർത്തി നുള്ളിയപ്പോ പൊള്ളലേറ്റതുപോലെ മൈത്രി ചാടി എഴുന്നേറ്റു. ഓ എന്താ സമർത്ഥം! അവൻ പിച്ചേ ഭാഗത്ത് നോക്കി തടവിക്കൊണ്ട് മൈത്രി ദേഷ്യത്തോടെ ചോദിച്ചു. ഈ ലോകത്ത് തന്നെയാണോ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ? ഹർഷൻ അവളുടെ മടിയിലേക്ക് തലവെച്ചു. അവളൊന്ന് അമർത്തി പോയി. എന്തേ ഉറങ്ങാതിരുന്നേ? അവൻ അവളുടെ മുഖത്തേക്ക് ഇട്ടു നോക്കി. ഉറക്കം വന്നില്ല. അവളുടെ സ്വരം ഞൊടിയിടയിൽ നിർത്തു. അവൾ ഒന്നും മിണ്ടാതെ അവന്റെ മുടിയിൽ വിരലൊടിച്ചു. വീണ്ടും ചിന്താകുലയായി. അവളുടെ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന് ഹർഷന് അവളുടെ മുഖത്തൊന്ന് മനസ്സിലായി. അവൻ കൈ ഉയർത്തി അവളുടെ കവിളി വെച്ചു. നീ എന്താ ഈ ആലോചിക്കുന്നത്? അവൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അവള് പെട്ടെന്ന് പറഞ്ഞു. നീ എന്നോട് കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവനത് കനപ്പിച്ച് പറഞ്ഞപ്പോൾ അവന്റെ മുടിയിലൂടെ ഓടിയിരുന്ന വിരലുകൾ അത് നിശ്ചലമായി. എനിക്ക് മയ്യെ കാണുമ്പോൾ എന്തോ എനിക്ക് സങ്കടം വരുന്നു. പെട്ടെന്ന് അവൾ പറഞ്ഞു. ഹർഷൻ അവളെ കണ്ണു വീഴ്ച നോക്കി. മയ്യെ കാണുമ്പോ എന്തിനാ ഇനി സങ്കടം? അവളിപ്പോ ഹാപ്പി അല്ലേ? നഷ്ടപ്പെട്ടതൊക്കെ അവൾക്കിപ്പോ തിരിച്ചു കിട്ടിയില്ലേ? ഇതൊക്കെ ആയിരുന്നില്ലേ നിന്റെ ആഗ്രഹം? അതൊക്കെ നടക്കുകയും ചെയ്തു. പിന്നെന്താ? ഹർഷ ചോദിക്കാൻ തുടങ്ങി. അതല്ല, മയ്യെ കാണുമ്പോ എനിക്കറിയില്ല, സങ്കടം വരുമോ, എനിക്ക് ദേഷ്യം തോന്നുവാ. അവള് വീണ്ടും പുലമ്പിക്കൊണ്ടിരുന്നു. കാര്യം തെളിച്ചു പറ അത്രയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഹർഷ ഗൗരവത്തോട് പറഞ്ഞു. മൈത്രി അവന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് അവളെപ്പോലെ ഒരു കുഞ്ഞിനെ വൈദ്യ ചുമക്കാൻ എനിക്ക് ഭാഗ്യമില്ലാതായി പോയല്ലോ സമർത്ഥ. അവള് പറയുന്നത് കേട്ട് അവൻ ഞെട്ടലോടെ അവളുടെ മഴയിൽ നിന്ന് എഴുന്നേറ്റ് അവളെ ഉറ്റുനോക്കി. ശ്രേയ ആരോടും പരാതി പറയില്ല. ആ കുറവ് എപ്പോഴും എന്നെ കുത്തി നോക്കുന്നുണ്ട്. അവന്റെ വിളിക്ക് മറുപടി കേൾക്കാതെ അവളുടെ കണ്ണുകൾ കലങ്ങി. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പൊ എങ്ങനെയാണെങ്കിലും എന്താ, ഇപ്പൊ സ്വന്തമായിട്ട് നിനക്കൊരു മോളില്ലേ? അവളില്ലേ നിനക്ക്? അരികിൽ കിടന്നുറങ്ങുന്ന പീലിയെ കണ്ണു കാണിച്ച് അവൻ മൈത്രിയെ നോക്കി പറഞ്ഞപ്പോ അവൾ അവനെ നോക്കി. ഇവളാണ് എനിക്ക് ഏക ആശ്വാസം. എന്താ പീലി ഞാൻ പ്രസവിച്ച മകളല്ലെന്ന് ഓർക്കുമ്പോ എനിക്ക് മൈത്രിക്ക് തന്റെ ധർമ്മസങ്കടം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. തുടരും.